ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിലെ മറ്റൊരു പാർട്ടാണ്. അത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് ഏതൊക്കെയാണ്, അത് എത്ര തരമാണ് എന്നൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനകത്തെ മാനേജ്മെൻറ്റിനെ നമുക്ക് പലതരത്തിലുള്ള പല ക്ലാസിഫിക്കേഷനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷനാണ് മാനേജ്മെൻറ്റിന് ഉള്ളത്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ലൈൻ ഓഫ് ഡിവിഷൻ ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വാരിയസ് മാനേജീരിയൽ പൊസിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്തുള്ള വാരിയസ് ആയിട്ടുള്ള മാനേജീരിയൽ പൊസിഷൻ്റെ ഡിവിഷനെയാണ് എന്തെന്ന് പറയുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനകത്തുള്ള മാനേജ്മെൻറ്റിൻ്റെ പൊസിഷൻ ഡിവൈഡ് ചെയ്യുന്ന ഒരു ലൈനിനെയാണ് എന്ത് പറയുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. As the size of the company and workforce increases, the number of levels in management increases along with it and vice versa. നമ്മുടെ ഒരു ഓർഗനൈസേഷനകത്തുള്ള അല്ലെങ്കിൽ ആ കമ്പനിയുടെ സൈസ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ അകത്തുള്ള വർക്ക് ഫോഴ്സ്, ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ ഓർഗനൈസേഷനകത്തുള്ള മാനേജ്മെൻറ്റിൻ്റെ ലെവൽസിലെ നമ്പറും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിയുടെ നേരെ ഓപ്പോസിറ്റ്, കമ്പനിയുടെ സൈസ് ഡിക്രീസ് ചെയ്യുക, വർക്ക് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുക, ആക്ടിവിറ്റീസ് ഡിക്രീസ് ചെയ്യുക, ഫങ്ഷൻസ് ഡിക്രീസ് ചെയ്യുക, ഇങ്ങനെയുള്ള കേസൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ നമ്പറും എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇതാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു 3. നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, രണ്ടാമത്തത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, 3 ലോവർ ലെവൽ മാനേജ്മെൻറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജീരിയൽ ഓർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് ഓർ മാനേജീരിയൽ മാനേജ്മെൻറ്റ്. എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ദ വേർഡ് ഇറ്റ് സെൽഫ് വി ക്യാൻ സേ ഇറ്റ് ആസ് എ ടോപ്പ്. എന്താ അതെവിടെ നിൽക്കുന്നത്, ടോപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ടോപ്പിൽ നിൽക്കുന്ന മാനേജ്മെൻറ്റിന്, ഏറ്റവും മുകളിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന മാനേജ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു പിരമിഡ് നോക്കുകയാണെങ്കിൽ, ഒരു പിരമിഡ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നതായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതിൻ്റെ നടുവിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ദിസ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓർ മാനേജിംഗ് ഡയറക്ടർ. നമ്മുടെ ഈ ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. ഇവരൊക്കെ ആയിരിക്കും ഏതിലുണ്ടായിരിക്കുക, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കാം. Its ultimate source of power and authority, since it oversees the goals, policies and procedures of a company. ഇവരുടെ അൾട്ടിമേറ്റ് സോഴ്സ്, അവരുടെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ആൻഡ് അതോറിറ്റിയാണ്. അവർക്ക് എന്തുണ്ടായിരിക്കും, പവർ ആൻഡ് അതോറിറ്റി. അവർക്ക് എന്തും ചെയ്യാം, ഓർഗനൈസേഷനകത്ത് എന്തും ചെയ്യാനുള്ള ഒരു പവറും ഒരു അതോറിറ്റിയും ആർക്കുണ്ടായിരിക്കും, ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനുണ്ടായിരിക്കും. ആ ഒരു പവറും അതോറിറ്റിയും ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അവർക്ക് ആ ഓർഗനൈസേഷനകത്തെ ഗോൾസും പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. Their main priority on the strategic planning and execution of the overall business success. അവർ മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുക, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ആ ബിസിനസ് ഓർഗനൈസേഷൻ സക്സസ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ആ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു ഫങ്ഷൻസാണ് അവർ മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഒന്നാമത്തെ, ഇഷ്യൂയിങ് നെസസറി ഇൻസ്ട്രക്ഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ബഡ്ജറ്റ്, ഷെഡ്യൂൾസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര. എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾസ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആർക്ക് കൊടുക്കുക, സബോർഡിനേറ്റിന്, മറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിന് ആര് കൊടുക്കുക, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൊടുക്കും.
ദെൻ രണ്ടാമത്തത് പ്രിപ്പയറിങ് സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർ ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള എങ്ങനെ നല്ല രീതിയിൽ മാക്സിമം പ്രോഫിറ്റ് മിനിമം കോസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗോൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് പ്ലാൻസും ആ പ്ലാൻസിന് ആവശ്യമായിട്ടുള്ള പോളിസീസ്, ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള പോളിസീസൊക്കെ ആര് പ്രിപ്പയർ ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അടുത്ത നെക്സ്റ്റ് ഫംഗ്ഷൻ അപ്പോയിൻറ്റിങ് ദ എക്സിക്യൂട്ടീവ് ഫോർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ഇവരെ തൊട്ട് താഴെയുള്ള മാനേജ്മെൻറ്റാണ് ഇത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലെ എക്സിക്യൂട്ടീവ്സിനെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലെ എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ഫംഗ്ഷൻ എസ്റ്റാബ്ലിഷിംഗ് കൺട്രോൾ ഓഫ് ഓൾ ഓർഗനൈസേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ ഓർഗനൈസേഷനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഓവറോൾ കൺട്രോൾ ആർക്കായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ആയിരിക്കും. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യും, പക്ഷേ ഒരു മാനേജ്മെൻറ്റിനെ മറ്റൊരു മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യും. പക്ഷേ എല്ലാ മാനേജ്മെൻറ്റിനെയും കൂടി കൺട്രോൾ ചെയ്യുന്നത് ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, the top management level is also responsible for communicating with the outside world and is held accountable towards an organization shareholders for the performance of the enterprise. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം? ഔട്ട്സൈഡ് വേൾഡ്, പുറത്തുള്ള സൊസൈറ്റി അല്ലെങ്കിൽ പുറത്തുള്ള പീപ്പിൾസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ഇങ്ങനെ പുറത്തുള്ള പാർട്ടീസുമായിട്ട് ആര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അവരുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എന്നിട്ട് ഹെൽഡ് അക്കൗണ്ടബിൾ ടുവാർഡ്സ് എൻ ഓർഗനൈസേഷൻ ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ എൻ്റർപ്രൈസ്. ഷെയർ ഹോൾഡേഴ്സ് എന്താ? ഓണേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ആ എൻ്റർപ്രൈസിൻ്റെ ഓണേഴ്സാണ് ആര്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആ ഷെയർ ഹോൾഡേഴ്സിന് ആ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുറിച്ചിട്ടും ആര് പറയണം? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കണം അവരോട് പറയേണ്ടത്. ആൻഡ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ദെൻ അടുത്ത ഫംഗ്ഷൻ പ്രൊവൈഡിങ് ഓവറോൾ ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജിങ് ഹാർമണി ആൻഡ് കൊളോബറേഷന്. പ്രൊവൈഡിങ് ഓവറോൾ ഗൈഡൻസ്, എല്ലാ ഓവറോളാണ്, എല്ലാ ഗൈഡൻസും ഡയറക്ഷൻസും, മറ്റുള്ള മാനേജ്മെൻറ്റിനുള്ള ഡയറക്ഷൻസ്, എംപ്ലോയീസിനുള്ള ഡയറക്ഷൻസ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനുള്ള ഡയറക്ഷൻസും കൺട്രോളും ഒക്കെ ചെയ്യുന്നത് ആരാ? അവരൊക്കെ ചെയ്യുന്നത് ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. പിന്നെ അവരെ എൻകറേജ് ചെയ്യുന്ന ഹാർമണി ആൻഡ് കൊളോബറേഷൻ, നല്ലൊരു ഹാർമണി, നല്ലൊരു കൊളോബറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അവരൊക്കെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. പ്രൊവൈഡിങ് ഓവറോൾ ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജിങ് ഹാർമണി ആൻഡ് കൊളോബറേഷൻ. ഇതാണ് ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് മാനേജ്മെൻ്റ് ആണ് എക്സിക്യൂട്ടീവ് ഓർ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. താഴത്തെ രണ്ടാമത്തെ ലെവൽ മാനേജ്മെൻ്റ് ആണ് എക്സിക്യൂട്ടീവ് ഓർ ടോപ്പ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണല്ലേ. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇത് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ. എന്താ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ആക്ഷൻസ് അല്ലെങ്കിൽ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പ്ലാൻസിനെ അതിൽ നടപ്പിലാക്കുന്നത് ആരാ? ഡിസിഷൻസൊക്കെ എടുക്കുന്നത് ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ആ ഡിസിഷൻസ് ആരാണ് നടപ്പിലാക്കുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. സോ വി ക്യാൻ സേ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്. These pupils are directly accountable to top management for the functioning of their respective department, devoting more time to organizational and directional functions. ഈ ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആരായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് അക്കൗണ്ടബിൾ ആയിരിക്കും. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണോ പറയുന്നത് അത് ആര് ചെയ്തിരിക്കണം? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്തിരിക്കണം. അവരവിടുന്ന് ഡിസിഷൻസ് എടുക്കും. ആ ഡിസിഷൻസ് ആര് എക്സിക്യൂട്ട് ചെയ്യണം? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം.
മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുമായിട്ട് റെസ്പോൺസിബിൾ ആണ്. അവർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഏറ്റെടുക്കണം? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തിരിക്കണം. ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസി ആൻഡ് ഡയറക്റ്റീവ്സ് ലെയ്ഡ് ഔട്ട് ബൈ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള പോളിസീസും മറ്റുള്ള ഡയറക്റ്റീവ്സും അതിൻ്റെ ബേസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യാം, അത് എക്സിക്യൂട്ട് ചെയ്യുക. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള പ്ലാൻസ് ആൻഡ് പോളിസീസ് എന്ത് ചെയ്യുക, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷൻ, ഫോമിംഗ് പ്ലാൻസ് ഫോർ ദ സബ് യൂണിറ്റ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ദാറ്റ് ദേ സൂപ്പർവൈസ്. അവർ സൂപ്പർവൈസ് ചെയ്യുന്ന, അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ അവർ സൂപ്പർവൈസ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള പ്ലാൻസിനെ ഓരോ സബ് പ്ലാൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഇനി മൂന്നാമത്തത്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോസസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ എടുക്കുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ പേഴ്സൺസിനെ അവരെ അപ്പോയിൻമെൻറ്റും അവരെ ട്രെയിനിങ്ങും ഒക്കെ ആരാ ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ദെൻ ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് ദ പോളിസീസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന പോളിസീസും പ്രൊസീജിയേഴ്സൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും ഒരു ഡയറക്റ്റ് റിലേഷൻ ഇല്ല. ഈ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന പ്ലാൻസും പോളിസീസൊക്കെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത്, സെൻഡിങ് റിപ്പോർട്ട്സ് ആൻഡ് ഡാറ്റ ടു ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ എ ടൈമലി ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. ആ ഒരു ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാണ് സെൻഡ് ചെയ്യുക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന്. ആ ടൈമിൽ സ്പെസിഫിക് ആയിട്ടുള്ള ആ ടൈമിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും ആർക്ക് സെൻഡ് ചെയ്യുക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് സെൻഡ് ചെയ്യാം. ദെൻ ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ജൂനിയർ മാനേജേഴ്സും. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഒരുപാട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ആ ജൂനിയർ മാനേജേഴ്സിൻ്റെ പെർഫോമൻസും അവരുടെ എഫിഷ്യൻസീസും ഒക്കെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അടുത്ത ഫംഗ്ഷൻ, ഇൻസ്പയറിംഗ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സ് ടുവാർഡ്സ് ഇംപ്രൂവിങ് ദെയർ പെർഫോമൻസ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുക? ഇൻസ്പയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഓർഗനൈസേഷൻ്റെ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുക ലോവർ ലെവൽ മാനേജേഴ്സിന്. ഇതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ്. കാരണം ടോപ്പ് ലെവൽ മാനേജേഴ്സ് എടുക്കുന്ന പ്ലാൻസ് ആൻഡ് പോളിസീസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാ? മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ഇനി സൂപ്പർവൈസറി ഓർ ഓപ്പറേറ്റീവ് ഓർ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഏറ്റവും താഴത്തെ ഇതിലുള്ള മാനേജ്മെൻ്റാണ് ആര്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. നമുക്ക് എന്താണെന്ന് നോക്കാം. These levels of management consist of supervisors, foremen, section officers, superintendents, etc. ഈ ഒരു ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സൂപ്പർവൈസേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർമാൻ, അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസേഴ്സ്, അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡൻസ്. ഇത്രയും ആൾക്കാരായിരിക്കും എവിടെ വരുന്നത്? ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. Managers at the lower level are primarily concerned with the execution and coordination of day-to-day work. നമ്മുടെ ഡേ ടു ഡേ ആയിട്ടുള്ള വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ലോവർ ലെവൽ മാനേജേഴ്സ് ഏറ്റവും താഴത്തെ ഇതിലുള്ള മാനേജറാണ് ലോവർ മാനേജ്മെൻറ്റാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസും അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോളൊക്കെ ചെയ്യുന്നതും ഒക്കെ ആരായിരിക്കും? ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ഇനി ലോവർ ലെവൽ മാനേജേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇനി ഫങ്ഷൻസ് ഓഫ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തത് അസൈനിങ് ജോബ്സ് ആൻഡ് ടാസ്ക് ടു വാരിയസ് വർക്കേഴ്സ്. ഈ എംപ്ലോയീസും മറ്റുള്ള ഓർഗനൈസേഷനകത്തുള്ള പ്യൂപ്പിൾസൊക്കെ ഡയറക്റ്റ് റിലേഷൻ ഉള്ളത് ആരുമായിട്ടായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും ഡയറക്റ്റായിട്ട് അവർക്ക് റിലേഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാരായിരിക്കും പറയുക? അത് ലോവർ ലെവൽ മാനേജേഴ്സിനായിട്ടായിരിക്കും ആദ്യം പറയുക. ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ആരോട് പറയും? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനോട് പറയും. മിഡിൽ ലെവൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനോട് പറയും. അങ്ങനെ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും അതിനെതിരായിട്ട് ഒരു ഡിസിഷൻസ് എടുക്കുക. ഇങ്ങനെ ഓരോ ഫ്ലോ ആയിട്ടാണ് ഓരോതും അതിൽ ആ ഒരു മാനേജ്മെൻറ്റിലൂടെ കടന്നു പോകുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അസൈനിങ് ജോബ്സ് ആൻഡ് ടാസ്ക് ടു വാരിയസ് വർക്കേഴ്സ്. ഇവരുടെ അണ്ടറിലുള്ള വർക്കേഴ്സിന് അവർക്ക് വേണ്ട ജോബും അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്യുന്നത് ആരാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. അതായത് ഈ എംപ്ലോയി ഇന്ന ജോബ് ചെയ്യണം, ഈ എംപ്ലോയി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഈ എംപ്ലോയി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, അങ്ങനെ ഓരോ ജോബും അസൈൻ ചെയ്യുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദെൻ ഗൈഡിങ് ആൻഡ് ഇൻസ്ട്രക്റ്റിംഗ് വർക്കേഴ്സ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസും. അവർ ചെയ്യുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഗൈഡ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക ഒക്കെ ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. ദെൻ ഓവർസീയിങ് ബോത്ത് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷന്. ഈ ഒരു പ്രൊഡക്ഷനുമായിട്ട് അതായത് വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ളത് ലോവർ ലെവൽ മാനേജേഴ്സിനാണ്. ഈ വർക്കേഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. Then next function, maintaining good relationship with the lower levels of organization, within the lower levels of organization. ഈ എംപ്ലോയീസ് അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സൺസുമായിട്ട് ഒരു നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ അടുത്തത് ആക്ടിങ് ആസ് എ mediators by communicating the problems, suggestions and recommendatory appeals etc. of workers of the higher levels of management and in turn elicit higher level goals and objectives to workers. അതായത് എംപ്ലോയീസിൻ്റെ പ്രോബ്ലംസും അവരുടെ സജഷൻസും അവരുടെ റെക്കമെൻഡേഷൻസും അപ്പീൽസും അവരുടെ എന്തെങ്കിലും പ്രോബ്ലംസും ഒക്കെ ആരായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത്? ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അവരായിരിക്കും മാനേജ്മെൻറ്റിൽ എംപ്ലോയീസിന് ഇന്ന പ്രോബ്ലം ഉണ്ട്, അവർ ഇന്ന സജഷൻസ് ഒക്കെയാണ് അതിന് വെച്ചിട്ടുള്ളത്, അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആരായിരിക്കും കൊടുക്കുക? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും കൊടുക്കുക. ആ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് കൊടുത്ത പരാതി അനുസരിച്ച് ആര് തീരുമാനം എടുക്കും? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തീരുമാനം എടുക്കും. ദെൻ അടുത്തത് ഹെൽപ്പിംഗ് ടു അഡ്രസ് ആൻഡ് റീസോൾവ് ദ ഗ്രീവിയൻസ് ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളൊക്കെ സെറ്റിൽ ചെയ്യുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. അവരുടെ പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. ദെൻ സൂപ്പർവൈസിങ് ആൻഡ് ഗൈഡിങ് ദെയർ സബോർഡിനേറ്റ്സ്. അവരുടെ സബോർഡിനേറ്റ് സൂപ്പർവൈസ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യുക. പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലൊക്കെ അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അവരെ ഗൈഡ് ചെയ്യാം. ദെൻ അടുത്ത ഫംഗ്ഷൻ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോസസ് ഓഫ് ദെയർ വർക്കേഴ്സ്. അവരെ വർക്കേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുക, ആ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ്, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. വർക്കേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുക, അവർക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയിരിക്കും. Then arranging the necessary materials, machines, tools and resources etc. necessary for accomplishing organizational task. പ്രൊഡക്ഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, മെഷീൻസ്, ടൂൾസ്, റിസോഴ്സസ് എക്സെട്ര ഒക്കെ ആര് അറേഞ്ച് ചെയ്ത് കൊടുക്കും? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈ വർക്കേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആ വർക്കേഴ്സ് അറേഞ്ച് ചെയ്തത് പ്രകാരം ആയിരിക്കും ആര് വർക്ക് ചെയ്യുന്നത്? ഈ വർക്കേഴ്സ് ഓർഗനൈസേഷനിലെ ടാസ്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ പ്രിപ്പയറിംഗ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്. ഈ വർക്കേഴ്സിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു പീരിയോഡിക്കൽ റിപ്പോർട്ട് ആര് കൊടുത്തിരിക്കണം? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് കൊടുത്തിരിക്കണം. വർക്കേഴ്സിൻ്റെ ആബ്സെൻറ്റീസം, വർക്കേഴ്സിൻ്റെ പുവർ പെർഫോമൻസ്, ക്വാളിറ്റി ഓഫ് പെർഫോമൻസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടൊരു റിപ്പോർട്ട് ആർക്ക് കൊടുത്തിരിക്കണം? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് കൊടുത്തിരിക്കണം.
ദെൻ നെക്സ്റ്റ് അപ്ഹോൾഡിങ് ഡിസിപ്ലിൻ, ഡിക്കോറിയം ആൻഡ് ഹാർമണി വിത്തിൻ ദ വർക്ക് പ്ലേസ്. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസിപ്ലിന്, ഡീകോറം ആൻഡ് ഹാർമണി, വർക്കേഴ്സ് തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ വക കാര്യങ്ങൾ ആര് ചെയ്യുന്നത്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യണം. അതായത് അവർക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ പരിഹരിക്കേണ്ടത് ആരാ, ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ്. ആ വർക്കേഴ്സ് തമ്മിൽ നല്ലൊരു ഡിസിപ്ലിനും കൂടി ആര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, ലോവർ ലെവൽ മാനേജേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. Then next, improving the enterprise images as a whole due to their direct contact with workers. ഈ വർക്കേഴ്സുമായിട്ടൊരു ഡയറക്റ്റ് കോണ്ടാക്റ്റ്, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഗനൈസേഷൻ്റെ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് വർക്കേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഇഷ്യൂസും അവരുടെ പ്രോബ്ലംസൊക്കെ എന്ത് ചെയ്യുക, പരിഹരിക്കുക, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു അസോസിയേഷൻസ് അവർക്ക് വേണ്ടി രൂപീകരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, വർക്കേഴ്സുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് സൂപ്പർവൈസേഴ്സ്, ഫോർമാന്, സെക്ഷൻ ഓഫീസേഴ്സ്, ഇത്രയും ആളുകളായിരിക്കും ഇതിൽ വരുന്നത്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് കൺസേൺ ചെയ്യുന്ന എക്സിക്യൂഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഡേ ടു ഡേ വർക്ക്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, ഈ ഫങ്ഷൻസ് ആയിരിക്കും ആര് ചെയ്യുക, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.